സാർ മോൾക്ക് എന്ത് പറ്റി? അവളെ ആശുപത്രി എത്തിയപ്പോഴേക്കും രക്ഷിക്കാൻ പറ്റിയില്ല സാർ. എന്താ ശരിക്കും സംഭവിച്ചേ? പൂർണ്ണമായും ഉറപ്പില്ല സാർ. ഒരു പേര് കേൾക്കുന്നുണ്ട്. ആരായിരുന്നു? മണിയൻ. ഈ ഫോട്ടോയിൽ കാണുന്ന അതുൽ 21 വയസ്സ് കഴിഞ്ഞ ദിവസം രാവിലെ വീട്ടിൽ നിന്ന് കോളേജിലേക്ക് പോയ ശേഷം കാണാതിരിക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ വിതുര പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവസാനമായി കണ്ടത് വിതുര ബസ് സ്റ്റാൻഡിനടുത്ത് വെച്ചാണ്. ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ ഇന്നത്തെ ഉറക്കവും തീരുമാനമായി. നീ ചാർജ് എടുത്ത ദിവസം തന്നെ കൊള്ളാം. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് കണ്ടത് സാറിൻ്റെ വീട്ടിൽ വെച്ചായിരുന്നു സാർ. എൻ്റെ മകളുടെ മരണത്തിന്. അതെ സാർ. കുറേ കാലമായില്ലേ, പഴയതുപോലെ ഓർമ്മയൊന്നുമില്ല. സോജൻ സാർ പറഞ്ഞായിരുന്നു സാർ മലയ്ക്കോ മാലയിട്ടോ കാണും. സ്റ്റേഷനിലെ അവസ്ഥ? സ്റ്റേഷൻ നാട്ടുകാർ വളഞ്ഞു സാർ. മണീൻ്റെ മരണം ഒരു ജാതി പ്രശ്നമായി മാറിയിട്ടുണ്ട്. മാറിയതല്ല സാർ, മാറ്റിയതാണ്. SP പറഞ്ഞിട്ടാണ് ഇവർ ഇങ്ങോട്ടേക്ക് മാറ്റിയത് പോലും. നാട്ടുകാരുടെ കണ്ണിലിപ്പോൾ ഇവർ നാട് വിട്ടേക്കാം. കേസിൻ്റെ പാറ്റേൺ എങ്ങനെയാണ്? ഇന്നലെ വൈകിട്ട് 5 മണിയുടെ സംഭവം. തുടർന്ന് 3 പേരും ചേർന്ന് കയ്യാൻ കളി ആ ചെറിയ പാലത്തിൻ്റെ അവിടെ. പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ശ്വാസം മുട്ടിയാണ് മരിച്ചത്. കഴുത്തിൻ്റെ അടയാളം വളരെ വ്യക്തമായിട്ടുണ്ട്. അവർ സമ്മതിച്ചോ? ഇല്ല സാർ, ഞങ്ങൾക്ക് വന്നിട്ടില്ല എന്നാണ് അവരിപ്പോഴും പറയുന്നത്. പക്ഷേ തെളിവുകൾ അവർക്കെതിരാണ്. അപ്പോൾ ഇനി സമ്മതിപ്പിക്കേണ്ട നമ്മുടെ ജോലിയാണ്. അതെ സാർ. എന്താ ജോർജേ, നീ കൈ വെച്ചോ? ഇല്ല സാറേ, സാർ വന്നിട്ടാവുന്ന. എല്ലാം അറിയാലോ അല്ലേ? ഇനി പറ, എന്താ സംഭവിച്ചേ? നടന്നത് മാത്രം പറഞ്ഞാൽ മതി, കള്ളൊന്നും വേണ്ട. അറിയാലോ, ഇന്നലെ മുതലേ നിങ്ങൾ നാട്ടുകാരെ തിരഞ്ഞെടുക്കുക. ഇനിയും നീ ഒന്നൊന്നും പറഞ്ഞില്ലെങ്കിൽ നിന്നേക്ക് അവർക്ക് തന്നെ ഇട്ട് കൊടുക്കും. അത് സാർ, ഇത്ര ചെറിയ കാര്യത്തിനാണോ നീ ടെൻഷൻ അടിക്കണത്? ഇതെനിക്ക് ചെറിയ കാര്യമാണോ? അവനയച്ച മെസ്സേജ് ഉണ്ടോ നീ? അവൻ്റെ കൂട്ടുകാരന്മാരാരെന്ന് അറിയാല്ലേ, അവന്മാരിങ്ങനെയൊക്കെ ചെയ്യുള്ളൂ. അത് നമ്മളങ്ങ് അവഗണിച്ച് കളയണം. അറിയാം, പക്ഷെ അവനാരാ എൻ്റെ പെങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ? അത് അവരമ്മ പറഞ്ഞാൽ മതി. പറയുന്നേ, മേലെ എൻ്റെ പെങ്ങൾക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ വെറുതെ വിട്ടില്ല. ഇതാ വരുന്നുണ്ട്. എന്നിട്ട് മണിയൻ മാത്രമേ വന്നുള്ളൂ സാർ. അവനത് വഴി പോയായിരുന്നു. ഒന്ന് നിന്നേ. നിനക്കൊക്കെ എന്താടാ വേണ്ടേ? നമുക്കൊന്നും വേണ്ട, ഒരു കാര്യം പറയാൻ വന്നാ. ഇനി മേലെ എൻ്റെ പെങ്ങൾക്ക് മെസ്സേജ് അയച്ച ബാക്കിയുള്ളവരെ പോലെയല്ല അവള്. എൻ്റെ സഹോദരിക്കൊരു മകനുണ്ട്. അവൻ ഏകദേശം ഈ പ്രായം വരും. പക്ഷെ അവനിപ്പോൾ ജീവനോടെ ഇല്ല. എനിക്ക് ഇവരുടെ പ്രായമുള്ള ചെറുപ്പക്കാരെ കാണുമ്പോൾ അവനെ ഓർമ്മ വരുന്നു. സത്യം പറഞ്ഞു, ഞാൻ നിങ്ങളെ സഹായിക്കാം. നിങ്ങൾ രണ്ടുപേരും കൂടി മണിയെ കൊന്നതല്ലേ? മരണകാരണം ശ്വാസമുട്ടൽ, ശരിയല്ല റിനെ? അതെ സാർ, ശരീരത്തിൽ അടികിട്ടിയതിൻ്റെ പാടുകളുണ്ട്. പിന്നെ ബോഡി കിട്ടിയെടുത്തുനിന്ന് പിടിവലി നടന്നതിൻ്റെ പാടുകളും. അവൻ്റെ ശരീരത്തിൽ നിന്ന് കിട്ടിയ ഫിംഗർ പ്രിൻറ്റ്സ് നിങ്ങളുടെ തന്നെയാണ്. പിന്നെ പറയ്,
അവൻ്റെ ശരീരത്തിൽ പാടുകൾ എങ്ങനെ വന്നു? അത് സംസാരിച്ചപ്പം അബദ്ധത്തിൽ വന്നായിരിക്കുമല്ലേ? ഒരു കള്ളം രക്ഷിക്കാനായി 100 കള്ളം പറയേണ്ടി വരും. കണ്ട കോമാരെയൊക്കെ നിർത്തേണ്ടടുത്ത് നിർത്തണം. നീ എന്താടാ പറഞ്ഞേ? നിന്നെയൊക്കെ നിർത്തേണ്ടടുത്ത് നിർത്തണമെന്ന്. പോടാ. നിങ്ങളെപ്പോലുള്ളവരുടെ ഒരു നിമിഷത്തെ തോന്നിവാസം കൊണ്ട് പോയതൊരു പാവം ചെറുപ്പക്കാരൻ്റെ ജീവൻ. ഒരു ചെറുക്കനെ കൊന്നിട്ട് നീയൊക്കെ സുഖമായി ജീവിക്കാന്ന് എഴുതിയോ? നിനക്കൊന്നും അമ്മരെ കഷ്ടപ്പാടിനെ പറ്റി ഒരു മൈര അറിഞ്ഞൂടാ. ഒരു നേരത്തെ ഭക്ഷണത്തിനായി അവരെന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്നറിയാമോ? നിന്നെ പോലുള്ള പൈസക്കാരൻ നിന്റെ ഒന്നും ജീവിതത്തിൽ പകുതി പോലെ അങ്ങനെ ഓടിയിട്ടുണ്ടാവില്ല. പൈസ ഉണ്ടെങ്കിൽ എന്തും ചെയ്യാന്നുള്ള അഹങ്കാരം അതാണല്ലോ നിന്നെയൊക്കെ ഇവിടെ എത്തിച്ചത്. പക്ഷേ നിനക്കൊന്നും ഒരു കാര്യം അറിയില്ല. പൈസ കൊണ്ട് നേടാൻ പറ്റുന്ന പല കാര്യങ്ങളും കൂടി ഇവിടെ ഉണ്ട്. അത് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചുതരാം. ശരി, ഇനി എങ്ങനെ? ഇനി ബാക്കി പ്രൊസീജിയർ ഞാൻ നോക്കിക്കോളാം സാർ. ഞാൻ സോജൻ സാറിനെ വിളിച്ച് പറഞ്ഞേക്കാം. അപ്പോൾ എൻ്റെ ജോലി കഴിഞ്ഞു. ആ സാർ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കേ. ഈ കേസ് ഇത്ര പെട്ടെന്ന് തീർക്കാൻ വേണ്ടി ഇത്ര ഇൻസിസ്റ്റ് എടുത്തത് എന്തിനാ? നിനക്കെന്താ തോന്നി? സാർ ഈ കേസ് അല്പം പേഴ്സണലായി എടുത്തതുപോലെ തോന്നി. പോലീസുകാർ പേഴ്സണലായി കേസെടുത്താൽ അവന് ജോലി ചെയ്യാൻ പറ്റില്ല. സാർ, ഓഫീസിലെല്ലാവരും പറയുന്നത് സാറിൻ്റെ പെങ്ങളുടെ കേസ് ഇനിയും ഓപ്പൺ ആണെന്നാ. അതിലും ഈ മണീൻ്റെ പേരുണ്ടെന്ന്. പഴയ കാര്യങ്ങളൊന്നും എപ്പോഴും തുറന്നെടുക്കേണ്ടതില്ല. പിന്നെ ചില കാര്യങ്ങൾ കോടതി തീരില്ല, സമയം തീർക്കും. 2 വർഷം മുന്നേ ഒരു മരണം ഉണ്ടായിരുന്നു, എൻ്റെ മകളുടെ. ആ കേസ് ഇന്നും തുറന്നു കിടക്കാം. പിന്നെ നീ പറഞ്ഞ കേസിൽ എൻ്റെ അനിയത്തിയുടെ മകൻ്റെ മരണത്തിന് ഒരിക്കൽ മണിയുടെ പേര് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ തെളിയിക്കാനായില്ല. നിയമം എപ്പോഴും തെളിവ് ചോദിക്കും. ജീവിതം എല്ലായ്പ്പോഴും തെളിവ് വയ്ക്കണമെന്നില്ല. മാമ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. അമ്മൂനെ അവരെല്ലാവരും കൂടി എനിക്ക് പറ്റിപ്പോയി മാമ. എന്നോട് ക്ഷമിക്കണം, എന്നോട് ക്ഷമിക്കണം. അമ്മോ, നിനക്ക് പീസ് പിടിക്കണ്ടേ? പിടിക്കടി. നിയമം നമ്മൾ വിശ്വസിക്കുന്നത് പോലെ എല്ലായ്പ്പോഴും നീതി കൊണ്ടുവരില്ല.
ചിലപ്പോൾ അത് സമയമെടുക്കും. ആ സമയം മുഴുവൻ ചിലർ കാത്തിരിക്കും, ചിലർ വിധി സ്വന്തമായി എഴുതും. ആര് ശരി ആര് തെറ്റ് അത് തീരുമാനിക്കുന്നത് നിയമമാണ്. പക്ഷേ ഒരച്ഛൻ എത്ര കാലം മിണ്ടാതെ ജീവിക്കുമെന്ന് ആരും തീരുമാനിക്കില്ല. ശരിയും തെറ്റും തമ്മിൽ വര വരയ്ക്കുന്നത് നിയമമാണ്. അത് കടന്നു പോകുന്നത് എപ്പോഴും മനുഷ്യനാണ്.